നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഖത്തറിന് മുകളിലുള്ള ആകാശം ഇനി ഖത്തറിന് മാത്രം സ്വന്തമാണ്. രാജ്യത്തിന്റെ വ്യോമ മേഖലയുടെ പൂർണ്ണ നിയന്ത്രണം ഇപ്പോൾ ഖത്തർ സ്വന്തമാക്കിയിരിക്കുകയാണ്. ദോഹ വ്യോമ മേഖലയുടെ പൂർണ്ണ ഉത്തരവാദിത്തമുള്ള അതോറിറ്റിയായാണ് ഖത്തർ മാറിയത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ഖത്തറിന് സ്വന്തമായി വ്യോമ മേഖല ദോഹ ഫ്ലൈറ്റ് ഇൻഫർമേഷൻ റീജിയൻ യാഥാർത്ഥ്യമായത്. 2 ഘട്ടങ്ങളായാണ് ഐക്യരാഷ്ട്രസഭയുടെ കീഴിലെ ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ പദ്ധതി പ്രഖ്യാപിച്ചത്. ദോഹ FIRA-യുടെ നിയന്ത്രണം മാത്രമായിരുന്നു തുടക്കത്തിൽ ലഭിച്ചിരുന്നത്. 2ാം ഘട്ടം വിജയകരമായതോടുകൂടി ഏരിയ എയും ബിയും ഉൾപ്പെടെയുള്ള ദോഹ വ്യോമ മേഖല പൂർണ്ണമായി കിട്ടിയിരിക്കുകയാണ്. ഏരിയ എയിൽ സമുദ്രനിരപ്പ് മുതൽ മുകളിലേക്ക് എത്ര ഉയരം വരെയുള്ള ആകാശത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഇനി ഖത്തറിനാണ്. രാജ്യാന്തര സമുദ്രത്തിന് മുകളിലുള്ള ആകാശവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിന്റെ ഫലമായാണ് സ്വന്തം പേരിലുള്ള എയർ സ്പേസ് ഖത്തറിന് ലഭിച്ചത്. ഏരിയ ബിയിൽ നിലവിൽ 24,500 അടി വരെയാണ് അധികാരം ലഭിക്കുക. 2 കൊല്ലത്തിനുള്ളിൽ ഈ മേഖലയിലും ഖത്തറിന് ഉയരം പരിധിയില്ലാതെ നിയന്ത്രണം ലഭിക്കും. ബഹ്റൈന്റെ എയർ സ്പേസ് ചുരുക്കി ഖത്തറിന് സ്വന്തമായ വ്യോമമേഖല വേർതിരിച്ച് നൽകിയത് രാജ്യചരിത്രത്തിലെ നാഴികക്കല്ല് കൂടിയാണ്. സൗദി അറേബ്യ, ബഹ്റൈൻ, UAE രാജ്യങ്ങളുമായി ദോഹ ഫ്ലൈറ്റ് ഇൻഫർമേഷൻ റീജിയൻ കരാറിൽ ഖത്തർ സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഒപ്പുവെച്ചതോടുകൂടി കഴിഞ്ഞ സെപ്റ്റംബറിൽ ഖത്തറിന് സ്വന്തമായി വ്യോമമേഖല നിലവിൽ വന്നിരുന്നു. ഇതോടെ ബഹ്റൈൻ വ്യോമമേഖല വിഭജിക്കുകയായിരുന്നു. നേരത്തെ ഖത്തറിന്റെ മുകളിലുള്ള എയർ സ്പേസിന്റെ നിയന്ത്രണം ബഹ്റൈനായിരുന്നു. 2017-ൽ ബഹ്റൈൻ ഉൾപ്പെടെയുള്ള അയൽരാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയതോടെയാണ് സ്വന്തമായി വ്യോമമേഖല എന്ന ആവശ്യം ഖത്തർ മുന്നോട്ട് വെക്കുന്നത്. ഉപരോധം ആകാശത്തും പൂർണ്ണമായി നടപ്പാക്കിയാൽ ഖത്തർ വിമാനങ്ങൾക്ക് പുറത്തേക്ക് പറക്കാനാകാത്ത സ്ഥിതിയായിരുന്നു. ഇതോടെയാണ് രാജ്യങ്ങളുടെ വ്യോമ അതിർത്തി നിശ്ചയിക്കുന്ന UN-ലെ ICOA ഖത്തർ സമീപിച്ചതും ശ്രമം വിജയകരമായി കണ്ടെത്തിയതും. എന്തായാലും ഇനി ഖത്തറിന് മുകളിലുള്ള ആകാശം മറ്റാരുടെയും സ്വന്തമല്ല, ഖത്തറിന് സ്വന്തമാണ്. ഇതിനി കൂടുതൽ ഇടതടവില്ലാതെ വിമാനങ്ങൾ പറക്കാനും ഒപ്പം അതുപോലെ തന്നെ എന്തെങ്കിലും നിയന്ത്രണങ്ങൾ ഇല്ലാതെ തന്നെ വിമാനങ്ങൾ പറക്കാനും ഒക്കെ ഇതിപ്പോൾ പറ്റുന്ന ഒരു കാഴ്ചയാണ്. എന്തായാലും കാലങ്ങളോളം എടുത്ത ആ അധ്വാനത്തിന്റെ ഫലമായി തന്നെ ഇപ്പോൾ എയും ബിയും ഇവർക്ക് കരസ്ഥമായിരിക്കുകയാണ്. ഖത്തറിലെ വലിയ ആഘോഷത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ ഖത്തർ ഈ ഒരു വാർത്ത പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. പ്രവാസികളും ഏറെ സന്തോഷത്തിൽ തന്നെയാണ്. കാരണം ഒരു കാര്യവും അവിടെ ഏതൊരു വിജയത്തിന് പിന്നിലും അവിടെ പ്രവാസികൾ ഉണ്ട് എന്ന് ഖത്തർ അതോറിറ്റി തന്നെ ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ച ഈ ഘട്ടത്തിൽ പ്രവാസികളും ഏറെ സന്തോഷത്തിലാണ്.